നമസ്കാരം. ഇന്ന് പരിചയപ്പെടുന്ന അഭിഭാഷക വൃത്തിയിൽ നിന്ന് കാർഷിക വൃത്തിയിലേക്ക് വന്ന ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് ശ്രീ തമ്പി തോമസ്. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകരിൽ ഒരാളായിരുന്ന ശ്രീ CK ശിവശങ്കരപ്പണിക്കരുടെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ശ്രീ ജസ്റ്റിസ് രാധാകൃഷ്ണൻ്റെ പിതാവ്. അദ്ദേഹത്തിൻ്റെ കൂടെ ജൂനിയറായിട്ട് വർക്ക് ചെയ്ത ആളാണ്. ജസ്റ്റിസ് രാധാകൃഷ്ണൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഇദ്ദേഹം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLM ബിരുദം നേടിയ ആളാണ്. അവിടെ തന്നെ ഗവേഷണ വിദ്യാർത്ഥിയായി ചേർന്നു. അതിനുശേഷം ഹാർവാർഡ് സർവകലാശാലയിൽ വിസിറ്റിംഗ് സ്കോളറായിപ്പോയി. ഇതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചു. തുടർന്ന് അദ്ദേഹം കാർഷിക വൃത്തിയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. ഇപ്പോഴും നിയമസഹായം ആവശ്യമുള്ള ആൾക്ക് അദ്ദേഹം സൗജന്യമായി ചില നിയമസഹായങ്ങളും മറ്റു കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. കോടതിയിൽ ചെയ്യാവുന്ന, പുറത്തു നിന്നുകൊണ്ട് ചെയ്യാവുന്ന ഡ്രാഫ്റ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃഷി എന്നെ ആകർഷിച്ച ഒരു ഘടകം അതിൻ്റെ ഒരു അച്ചടക്കമാണ്. വളരെ ശാസ്ത്രീയമായിട്ടൊരു മാനേജ്മെൻറ്റ് വൈദഗ്ധ്യത്തോടെ കൃഷി ചെയ്യുന്ന വളരെ ഉയർന്ന തലത്തിലുള്ള മാനേജ്മെൻറ്റ് വൈദഗ്ധ്യം അദ്ദേഹത്തിൻ്റെ കൃഷിയിൽ മൊത്തം കാണാം. അദ്ദേഹത്തിൻ്റെ വിളകളുടെ മാനേജ്മെൻറ്റിലും അതിൻ്റെ വിപണനത്തിലും അതിൻ്റെ ആ ഒരു ഓർഗാനിക് സ്വഭാവം നിലനിർത്തുന്നതിലും എല്ലാം കാണാം. അതോടൊപ്പം തന്നെ നമ്മുടെ പരമ്പരാഗത വിജ്ഞാനം, നമ്മുടെ പഞ്ചാംഗം ഉപയോഗിച്ച് നെൽകൃഷിയിൽ നിന്ന് എങ്ങനെ മുന്നേ തുരത്താം എന്നുള്ള കാര്യങ്ങളും അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ നമുക്ക് വളരെ പ്രയോജനകരമാകുന്ന ഒരെണ്ണമാണെന്ന് കരുതുന്നു. നമുക്ക് അദ്ദേഹം പറയുന്നത് കേൾക്കാം. ഞാനിപ്പോൾ സാറിനെ കാണാമെന്നൊരു കാര്യം, ഈ കേരളത്തിൽ നമ്മുടെ ഈ കൃഷി ഞാൻ ഒത്തിരി പേരെ ഈ അഗ്രികൾച്ചർ MSc കഴിഞ്ഞാലും BSc കഴിഞ്ഞവരെ കണ്ട് പരിചയപ്പെടുമ്പോൾ അവരൊക്കെ ഇത് തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് MBBS പോകാൻ പറ്റിയില്ല, പിന്നെ അഗ്രികൾച്ചർ ആയിരുന്നു ആ ലൈനിലുണ്ടായിരുന്നു, അതുകൊണ്ട് അതിന് പോയെന്നാണ് പറയുന്നത്. അപ്പോൾ സാറിപ്പോൾ LLM അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ കഴിഞ്ഞു. കേരളത്തിലെ ഏറ്റവും നല്ലൊരു അഭിഭാഷകൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്തു. വിദേശത്ത് ഹാർവാർഡിലൊക്കെ പോയി ഈ കോഴ്സ് ചെയ്തു ലോയിൽ. ഇതെല്ലാം കഴിഞ്ഞിട്ട് സാറ് കൃഷിയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു എന്നല്ല, കൃഷിയിലേക്ക് വന്നു. അപ്പോൾ സാറിനെ അങ്ങനെ വരാൻ പ്രേരിപ്പിച്ച എന്താണ് ഘടകം എന്ന് പറയാമോ? ഞാൻ ഈ LLM കഴിഞ്ഞ് നാച്ചുറൽ ലോ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിലാണ് കുറച്ച് റിസർച്ച് ചെയ്തതായിരുന്നു. അത് കൊണ്ടെത്തിച്ചത് ഈ നേച്ചർ ക്യൂർ എന്ന് പറഞ്ഞ ഒരു നാച്ചുറൽ ഹൈജീൻ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിലാണ്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, പുള്ളി മരിച്ചുപോയി. പുള്ളി നടത്തുന്നൊരു സാനിറ്റോറിയത്തിലൊക്കെ വന്ന് ഞാൻ കിടന്നിട്ടുണ്ട് ശരിക്കും അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഹെൽത്തി ആയിട്ടുള്ള പെസ്റ്റിസൈഡും ഫംഗിസൈഡും ഫ്രീ ആയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളൊരു താല്പര്യത്തിൻ്റെ പുറത്താണ് കൃഷിയിലേക്ക്. എൻ്റെ ഫാദറായിട്ട് ഉണ്ടായിരുന്ന സ്ഥലമാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഫുൾ ഓർഗാനിക് കൃഷിയായിരുന്നു. കാരണം കെമിക്കൽ ഇല്ലായിരുന്നല്ലോ. ചാണകം, ചാരം, അങ്ങനെ വാട്ടവർ, അത് വെച്ചിട്ടാണ് നെൽകൃഷി. ഈ കാണുന്ന ഭാഗം എല്ലാം നെൽപ്പാടങ്ങളായിരുന്നു. നെൽകൃഷിയും തെങ്ങും മാത്രമേ ഉള്ളൂ അന്ന്. റബ്ബർ വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കി പറമ്പുകളൊക്കെ നെൽകൃഷിക്ക് വേണ്ടി ഗ്രീൻ മാനുവറിന് വേണ്ടി ഇട്ടിരുന്ന, ചവറിന് വേണ്ടിയിട്ട് മാത്രം ഇട്ടിരുന്ന സ്ഥലങ്ങളാണ്. എൻ്റെ പെണ്ണുങ്ങൾ ആ വരുന്ന സ്ഥലത്ത് അതെല്ലാം ഉണ്ടല്ലോ, കാടായിട്ട് എല്ലാം ചവറിന് വേണ്ടി ഇട്ടിരുന്ന സ്ഥലമാണ്. പിന്നീട് റബ്ബർ വന്നപ്പോഴാണ് അത് പോയത്. അപ്പോൾ ഞാനീ പറഞ്ഞ LLM കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഫുൾ കെമിക്കൽ കൃഷി ആയിരുന്നു. അപ്പോൾ തിരിച്ച് ഈ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ള ഇവിടെ പണിക്കാരൊക്കെ പഴയ പണിക്കാർ തന്നെ ഉണ്ട് കേട്ടോ. അവരുടെ ഒരു കാവലൻ തുളുവെന്നൊക്കെ പറഞ്ഞ് നല്ല പ്രായമുള്ള അവരുടെ അടുത്ത ജനറേഷനൊക്കെ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അവർ പറയുമ്പോൾ സാറേ ഇതൊന്നും നടക്കണ കാര്യമല്ല കേട്ടോ, ഇപ്പോൾ ഇതൊന്നും ചെയ്താൽ ശരിയാവില്ല, നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്നും പറഞ്ഞ് അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോൾ അതിൽ നിന്നാണ് പിന്നെ ഇപ്പോൾ ഒരു പൂർണ്ണ ഓർഗാനിക് ഒരു രീതിയിലേക്ക് വന്നു. പിന്നെ വിളകളിൽ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവന്നു അല്ലേ? അതെ. ഞാൻ പിന്നെ അത് ഓർഗാനിക്കായിട്ട് ചെയ്യുള്ളൂ എന്നുള്ള കാര്യങ്ങളിൽ നിന്ന് മാറിയില്ല, അങ്ങനെ തന്നെ ചെയ്തു. അന്ന് ആവശ്യമില്ലാതെ വളങ്ങൾ ചെയ്യുമായിരുന്നു. നെൽകൃഷിയിൽ ഇത് ചെയ്യാൻ കുറച്ച് ധൈര്യം വേണമല്ലോ, കാരണം നെൽകൃഷിയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചാഴി ശല്യവും പുഴു ശല്യവും ഒക്കെ വരുന്നത്. അപ്പോൾ സാർ എങ്ങനെയാണ് അതിനെ ഒരു ഓവർകം ചെയ്തത്? എങ്ങനെയാണ് നെല്ലിൽ പ്രധാനമായിട്ട് വരുന്ന, ഇപ്പോൾ നെല്ല് തുടങ്ങുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ കിളികളും ഒക്കെ ഒരു പെസ്റ്റാണ് ഇവിടുത്തെ. കാരണം വിത്ത് ഇവിടെ ഡ്രൈ ഫീൽഡിലാണ് വിത്ത് വിതയ്ക്കണം, വെള്ളത്തിലല്ല. ഫീൽഡ് ഡ്രൈ ആയിട്ട് ഇട്ടിട്ടാണ് വിതയ്ക്കുന്നത്. അപ്പോൾ ആദ്യം വരുന്നത് പ്രാവാണ്. പ്രാവിനെ മാനുവലായിട്ട് ഓടിക്കുകയാണ് ആദ്യത്തെ 5 ദിവസം. വന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇച്ചിരി നേരത്തെ വിതച്ചാൽ പ്രാവ് ഇത് കണ്ടറിയുന്ന വരുമ്പോഴത്തേക്കും നെല്ലെല്ലാം പൊങ്ങിക്കാണും. പിന്നെ വെള്ളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രാവ് ഉണ്ടാവില്ല. പിന്നെ വരുന്ന പെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞാറ്റക്കിളി ഈ ലൈനയിൽ അത് നെല്ല് നിരന്നു കഴിഞ്ഞാൽ ആ കതിരയിൽ വന്നിരുന്ന് കൊത്തി തിന്നു. 1-2 അല്ല, പറ്റങ്ങളായിട്ട് നമ്മൾ കൈ ഒട്ടി ഓടിച്ചാൽ അത് പുക പോലെ പോകും. അതുകൊണ്ട് പിന്നെ തത്ത ഇതുപോലെ 100 കണക്കിന് വന്ന് അത് കതിരൊടിച്ചെടുത്തോണ്ട് പോകും. കണിച്ചെടുത്തോണ്ട് കാലയെ പിടിച്ചുകൊണ്ടിരുന്ന് 2 തിന്നും, അത് കളഞ്ഞു അടുത്ത് വന്നിടും. അങ്ങനെ പെസ്, ഈ പറഞ്ഞ പെസ് അല്ലാതെ
പ്രധാന ബസ് അതാണ്. അപ്പോൾ അതിനെ മാനുവലായിട്ട് ഓടിക്കുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു ഫുൾ ടൈം പണിയാണ്. കാവൽ നിന്ന് തന്നെ നമ്മൾ ഓടിക്കണം വൈകുന്നേരം വരെ. ചാഴിയുടെ കാര്യത്തിൽ ചാഴിയുടെ കാര്യത്തിൽ പിന്നെ സോയിലുള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ അതിൻ്റെ തണ്ട് തുരപ്പം പുഴു. പക്ഷെ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല, അങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് വന്നിട്ടില്ല. അങ്ങനെ തണ്ട് തുരപ്പം പുഴു വന്നാൽ കതിരിങ്ങനെ വലിച്ചു ഊരിങ്ങ് പോരും അത്. പിന്നെ ചെറിയ തോതിൽ ഈ ഇലയൊക്കെ കടിച്ചു തിന്നുന്നത് ഞാനതൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. മെയിനായിട്ട് വരുന്ന ഈ ചാഴിയാണ്. അപ്പോൾ ചാഴിയുടെ കറക്റ്റ് ഈ മൂൺ സൈക്കിൾ ഫോളോ ചെയ്താൽ ചാഴിയെ മാനേജ് ചെയ്യാൻ ഇതുവരെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം ഈ അതായത് ഫുൾ മൂൺ കഴിഞ്ഞ് പിന്നെ ചന്ദ്രൻ ഉദിക്കുന്നത് ലേറ്റായിട്ടാണ്. അപ്പോൾ കുറേശ്ശെ രാത്രി ഇരുട്ട്, അപ്പോൾ ഇരുട്ട് പക്കം എന്ന് പറയണം. ഇരുട്ട് പക്കത്തിൽ നെല്ല് നിരന്ന് കഴിഞ്ഞാൽ ചാഴി കുറവായിരിക്കുമെന്ന്. അതായത് വെളുത്താവ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ആയിരിക്കണം നെല്ല് വിത്ത് കതിര് വരുന്നത്. അത് കതിര് ഉറയ്ക്കുന്ന ഒരു 4-5 ദിവസം കഴിഞ്ഞ് അത് അവസാനം ഈ കർത്തവാവിന് മുമ്പ് ഈ കതിര് ഉറച്ചിരിക്കണം. കർത്താവ് കഴിഞ്ഞാൽ പിന്നെ ചാഴി വരും. ഓക്കെ, ചാഴി കൂടുതൽ വരാൻ തുടങ്ങും, നല്ലപോലെ വരും. അപ്പോൾ ഇത് സാറ് ഫോളോ ചെയ്യുന്നുണ്ട്, അത് സാറിന് എഫക്റ്റീവായിട്ട്. അതെ. അതിന് ഞാൻ ഉപയോഗിക്കുന്ന ജ്യോതി എന്ന് പറഞ്ഞൊരു വെറൈറ്റി നല്ല. അതിനിപ്പോൾ വിത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇത്രയും ദിവസം കതിര് വരുമെന്നുള്ളത് കതിര് കാണാൻ തുടങ്ങും. ആദ്യം കതിര് സൈറ്റ് ചെയ്യാൻ തുടങ്ങുന്ന കാണുന്നത്. പിന്നീടാണ് കതിര് 2-3 ദിവസം കൊണ്ട് കതിര് ഫുള്ള് പുറത്തേക്ക് വരും. ഒരു കാർഷിക കലണ്ടറിന്റെ ബേസിൽ അത് ലൂണാർ കലണ്ടറുമായിട്ട് ലിങ്ക് ചെയ്ത് ആണ് കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിസർച്ച് പ്രയോജനപ്പെട്ടു, ഒരു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് അല്ലേ? അതല്ലാതെ ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ആയാലും മാംഗോസ്റ്റീൻ ആയാലും ജാതി ആയാലും ഇവിടെ വളരെ ഒരു ഫോറസ്റ്റായിക്ക് ഒരു ആംബിയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയത്ത് എല്ലാ ചെടിക്കും വേണ്ട വെയിലും സ്പേസും എല്ലാം കിട്ടുന്നുണ്ട്. ഇത് നേരത്തെ എങ്ങനെയായിരുന്നു, അതോ പ്ലാൻ ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണോ? മാംഗോസ്റ്റിനൊക്കെ നേരത്തെ കൃഷിയുണ്ടോ? അല്ല, മാംഗോസ്റ്റിനെല്ലാം ഞാൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഒന്നാമത് അത് ഷെയ്ഡിൽ വളരുന്ന പ്ലാന്റാണ്. ഈ ജാതി പോലെ ഷെയ്ഡിൽ വരുന്ന. അപ്പോൾ മാംഗോസ്റ്റിന് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടുമാണ്. അപ്പോൾ അതുകൊണ്ട് പലയിടത്തുനിന്നായിട്ട് കൊണ്ടുവന്ന് വെച്ച് അങ്ങനെ ആക്കിയതാണ്. പിന്നെ കിട്ടുന്ന ഫ്രൂട്ട്സ് ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ആവശ്യം. അപ്പോൾ വെറൈറ്റി ആയിട്ട് കിട്ടുന്ന പല ജാതി ഫ്രൂട്ട്സ് പറയാതെ വെച്ച് പിടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു കൃഷിയുടെ ഒരു എപ്പിസോഡിൽ TV-യിൽ കണ്ടത്. തിരുവനന്തപുരത്തൊരു ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചന്ദ്രനോ അങ്ങനെയാണ് പുള്ളിയുടെ പേര്. പുള്ളിയുടെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. പുള്ളി എനിക്ക് കുറച്ച് കട്ടിങ്സ് കൊറിയർ ചെയ്ത് തന്നു. കൊറിയർ എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് കൊറിയർ ചെയ്ത് തന്നു. ഞാൻ ആദ്യം അത് പരീക്ഷിച്ച് നോക്കി സാധനം എങ്ങനെയാണെന്നുള്ളത്. ഇതിപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് വരുവാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ തന്നെ ഫ്രൂട്ട് ഉണ്ടാവും. ശരി. പക്ഷേ എനിക്കവിടെ ഒരു 2 കൊല്ലം ഫസ്റ്റ് ഇയറിൽ ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ എക്സ്പാൻഡ് ചെയ്തത്. ശരി. കുഴപ്പമില്ലാത്തൊരു സംഭവമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വലിയ പെസ്റ്റ് പ്രോബ്ലം ഇല്ല. അതൊരു 10-25 കൊല്ലം അങ്ങനെ നിൽക്കുമോ. ഞാനിതുപോലെ ഒരു 10-20 എണ്ണം വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ 2 കൊല്ലമായി. ഇപ്പോൾ 2 കൊല്ലമായിട്ട് അതിൽ കായൊന്നും വന്നില്ല. ചെടി വളർന്ന് നിൽപ്പുണ്ട്. നല്ല ഫോളിയേജ് ആയി. നല്ല ഫോളിയേജ് ആയി. ഞാൻ ഒത്തിരി നനയ്ക്കില്ല. സബ്ജയിൽ ചെടി വെച്ച് ചെയ്യാൻ പോയത് ഇതുപോലെ അവിടെ ഒരു പൊക്കത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് ആ മോഡൽ അപ്പോഴേ എടുത്ത് വെച്ചേ. അതെനിക്ക് തോന്നുന്നു സബ്ജയിൽ മരം വെക്കാൻ പോയത് അതൊരു 1.5 കൊല്ലം മുമ്പാണ്. അപ്പോൾ അതിനുശേഷമാണ് ഇത് വളർന്നു തുടങ്ങിയത്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ സമയമാകുന്നേ ഉള്ളായിരിക്കാം. ഇപ്പോഴാണ് ഫ്ലവർ വരേണ്ട സമയമാണ് അല്ലേ? ഫ്ലവർ വരേണ്ട സമയമാണ്. അധികം നനയ്ക്കരുത്. ആഴ്ചയിൽ ഒരു നനയെ പാടുള്ളൂ. കാണാൻ നല്ല തെളിച്ച് നിൽപ്പുണ്ട്. അങ്ങനെ പിന്നെ ചില വെറൈറ്റികൾ താമസിക്കും. അതും ആവാം. ഇതിപ്പോൾ നമ്മൾ പച്ച കളറാണോ? പച്ച കളർ, നല്ല പച്ച. അതുപോലെ ഈ മാംഗോസ്റ്റീൻ ഇതുപോലെ ഒരു എത്ര വർഷം കൊണ്ട്? 6 വർഷം എടുക്കും. 6 കൊല്ലം കഴിയുമ്പോൾ കായ്ക്കാൻ തുടങ്ങും. 10 കൊല്ലം കൊണ്ടാണ് നല്ല ഈൽഡ് വരുന്നത്. പിന്നെ സാർ ഇതിന്റെ ചുവട്ടിലെല്ലാം നന്നായിട്ട് ഈ മൾച്ച്, സാധാരണ ആളുകൾ വീടിനടുത്തുള്ള സ്ഥലത്തിലൊക്കെ മൾച്ചിടാനൊക്കെ പാമ്പ് വരുന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുകയാണ് പതിവ്. മൾച്ച് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു കമ്പോസ്റ്റിങ് നടക്കുന്നുണ്ട്. ഇതിനകത്ത് വളപ്രയോഗത്തിൽ ഈ മേളി കിടക്കുന്ന ലിറ്റർ ഇതിന്റെ മേളി വീഴുമ്പോൾ അങ്ങനെ കിടന്ന് അടിയിലുള്ള ലിറ്റർ കമ്പോസ്റ്റ് അതൊരു കമ്പോസ്റ്റിംഗ് പ്രോസസ്സാണത്. പിന്നെ ഉള്ളത് ഈ ഇടിവെട്ടി. ഞാനൊരു വർക്ക്ഷോപ്പിൽ പോയപ്പോഴാണ് ഒരു ബ്രസീലിയൻ എന്നൊരു ലേഡി പറഞ്ഞ് ഇടിവെട്ടി മഴ പെയ്യുമ്പോൾ 1 ഹെക്ടറിൽ 2 ടൺ നൈട്രജൻ വീഴുന്നതാണ്. ഇടിവെട്ടിൽ ആ സീസണിൽ നമ്മൾ അതിൽ കൂടുതൽ 2 ടൺ നൈട്രജൻ ഒരു ഹെക്ടറിൽ ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ അത് ആ റൺ ഓഫിൽ അതങ്ങ് പോകും. റൺ ഓഫിൽ വെള്ളം നമുക്ക് അവിടെ കുറേയൊക്കെ തടഞ്ഞു നിർത്താൻ പറ്റിയ അതവിടെ നിൽക്കും. ഇവിടെ ഇപ്പോൾ എല്ലായിടത്തും വെള്ളം തടഞ്ഞു നിർത്താനുള്ള സാധനം വളരെ ബോധപൂർവം ചെയ്തിട്ടുണ്ട് അല്ലേ? എവിടെ വീഴുന്ന വെള്ളവും താഴോട്ട് പോകാതെ നിൽക്കില്ല. ചിലപ്പോൾ ഭയങ്കര ഇപ്പോഴത്തെ മഴ എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് ഫ്ലഡ് പോലാണ്. ഒരു തുള്ളിക്ക് ഒരു കുടം കണക്കിന് ചിലപ്പോൾ വരാറുണ്ട്. എങ്കിലും സാർ ഇപ്പോൾ ഈ പാടമൊക്കെ ആണെങ്കിലേ ഇവിടെ ഇപ്പോൾ ഈ കുളത്തിൽ ഇപ്പോഴും വെള്ളമുണ്ട്.
അതുപോലെ ഈ പാടത്ത് വീഴുന്ന വെള്ളം അപ്പുറത്തോട്ട് പോകാതെ അതിനെ ഒരു ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്ത ശേഷം ഇവിടെ മെച്ചം ഉണ്ടായിട്ടുണ്ടോ, അതോ നേരത്തെ തന്നെ ഇത്രയും വെള്ളം ഉള്ളതാണോ? ഈ ഇവിടുത്തെ വെള്ളത്തിൻ്റെ രഹസ്യം കനാലാണ്. പെരിയാർ വാലി കനാലിൻ്റെ ഹൈ ലെവൽ കനാൽ കടയിരിപ്പിൽ കൂടെ പോകുന്നുണ്ട്. അവിടുന്ന് സ്പൗട്ട് വഴി ഈ തോട്ടിൽ കൂടെ ഇന്ദ്രാഞ്ചിറ എന്ന് പറഞ്ഞ ഇവിടെ ഒരു വാട്ടർ ബോഡി ഉണ്ട്, ഒരു 6 ഏക്കർ. അതിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ പോകുമ്പോൾ അതിൽ വെള്ളം പോയാൽ മതി. വെള്ളം പോയാൽ നമ്മളിവിടെ ചാർജ് ആവും. കാരണം ഈ ബെഡ് റോക്ക് ഇത് ഹാർഡ് ലാറ്ററൈറ്റ് ആണ്, ഹൈലി പോറസ് ആണ്. കണ്ടില്ല, പൊത്ത് കണ്ടില്ലേ? മേളത്തെ ലെയർ എന്ത് ആറിനടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഈ കാണുന്ന ഒരു ഏറ്റവും മേളത്തെ ലെയർ ബ്ലാസ്റ്റ് ചെയ്താലേ പൊട്ടിക്കാൻ പറ്റുള്ളൂ. കരിങ്കലിനേക്കാളും സ്ട്രോങ് ആണ്. കാരണം കടപ്പുറത്തൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു വെട്ടുകല്ലാണ്. കുറച്ചുകൂടെ നമ്മുടെ കണ്ണൂർ സൈഡിലൊക്കെ ധാരാളം കാണുന്ന പോലുള്ള ഒരു സാധനം. ഞാൻ ഇവിടെ അത് കാണുന്നു വിചാരിച്ചു, ഇത്രയും താഴെ കാണുന്നു വിചാരിച്ചില്ലേ? ഈ പാടത്തിന്റെ ഒരടി താന്നു കഴിഞ്ഞാൽ പിന്നെ പൊട്ടും സോഫ്റ്റാ. ഇത് ഇവിടെ അല്ലാതെ സാർ ഇപ്പൊ എന്ത് വളം ഇതിനെ ഇപ്പൊ വേറെ എന്തെങ്കിലും? അല്ല, ഞാൻ എൻ്റെ ഷോർട്ട് ടേം ക്രോപ്സ് ഉണ്ടല്ലോ, ഇപ്പൊ പച്ചക്കറി അങ്ങനെയുള്ളതിനൊക്കെ ഞാൻ ആട്ടുംകാട്ടം ഉപയോഗിക്കും, കോഴിവളം ഉപയോഗിക്കും. കൂടുതലും സ്ലറി ആയിട്ട് ഉപയോഗിക്കും, പെർമെന്റ് ചെയ്ത്. പിന്നെ ഇപ്പൊ ഈ ഇറങ്ങുന്ന പുതിയ വളങ്ങളുണ്ടല്ലോ, ട്രോപ്പിക്കൽ അഗ്രോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സർട്ടിഫൈഡ് ഓർഗാനിക് ആണെന്ന് അവരുടെ സീലുകളൊക്കെ പറയുന്നു. IMO സർട്ടിഫൈഡ്, ഒത്തിരി സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതിന്റെ ഫോളിയാർ സ്പ്രേ ഉണ്ട്, ഗ്രാന്യൂൾസും ഉണ്ട്. അത് മേടിച്ച് അത് നെല്ലിന് ഈ ഫോളിയാർ സ്പ്രേ ഉപയോഗിച്ചിട്ട് ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. അത് മാത്രം ഉപയോഗിച്ചിട്ട് എല്ലാ 15 ദിവസവും ഒരു ഫോളിയാർ സ്പ്രേ കൊടുക്കും, NPK. പിന്നെ ഇത് നെല്ല് നിരക്കാറാവുമ്പോൾ നരക്കണതിന്റെ അടുത്ത് പിന്നെ ഒരു മെഗാകാൽ എന്ന് പറഞ്ഞ മൈക്രോ ന്യൂട്രിയൻസിന്റെ ഒരു സ്പ്രേ. രണ്ടും കൂടെ കൊണ്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. സാർ, ഇപ്പോൾ ഈ ലീഗൽ സൈഡിൽ എന്താണ് ഇപ്പോൾ ഈ ഒരു അക്കാഡമിക് ഇത് ഗൈഡൻസ് അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുന്നുണ്ടോ, കൊടുക്കുന്നുണ്ടോ, അതോ ഞാൻ ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്നുണ്ട്? വേണമെങ്കിൽ ചെയ്തു ഡോക്യുമെന്റ്സ് ഡ്രാഫ്റ്റ് ചെയ്ത്, അഗ്രിമെന്റ് ഡ്രാഫ്റ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കേസിലൊക്കെ പെട്ട ചോദിച്ച ആൾക്കാരെ വിളിച്ചിരുത്തി സംസാരിച്ച് മീഡിയേഷൻ എന്തും ഇങ്ങനെ പോയാൽ എങ്ങനെ എത്താതെ വന്നത് തീർക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ റൈറ്റ്സ്. ഇതാണ് ഓഫ്സൈഡ് കോർട്ടായിട്ട് സെറ്റിൽ ചെയ്യാനുള്ള ഒരു അങ്ങനെ ചില കേസുകളെ പറയാറുണ്ട്. ഇപ്പൊ ലീഗൽ ഇത് കൊണ്ടു നടക്കുന്നുണ്ട്. കോടതിയിൽ പോകാറില്ല, കോടതിയിൽ വന്നാൽ പരിചയമുള്ളവർക്ക് റെഫർ ചെയ്യും. പക്ഷെ ഏതായാലും അത് സാർ ഒരു വേറൊരു കരിയർ എടുത്തിട്ട് അത് ഇത്ര സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുവന്നത് കണ്ടൊരു സന്തോഷമുണ്ട്. അപ്പോൾ സാർ ഇതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിനെ കുറിച്ചിട്ടൊന്നും പറയാം. സാർ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് എല്ലാം ഓർഗാനിക് ആണ് അല്ലേ? അത് മുഴുവൻ എക്സ്പോർട്ട് ചെയ്യുകയാണ്. എക്സ്പോർട്ട് ചെയ്യല്ല, മിക്കവാറും സാധനങ്ങൾ ഇവിടെ നിന്ന് തന്നെ ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകാം. ലോക്കൽ ആൾക്കാർ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആളുകളൊന്നും വാങ്ങിച്ചു. കാരണം ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് ഈ കടയിലൊക്കെ കിട്ടുന്ന സാധനം മിക്കവാറും ഈ പുറത്തുനിന്ന് വരുന്നതായിരിക്കും. അതിൻ്റെ പെരിഷബിലിറ്റി കൂടുതലായത് കാരണം ശരിക്ക് അതിൻ്റെ പഴുക്കുന്നതിന് മുമ്പേ അത് പറിക്കും. കളറ് റെഡ് ആണെങ്കിലും അകത്ത് ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല. ഞാൻ ആദ്യം കഴിച്ച ഡ്രാഗൺ ഫ്രൂട്ട് ബാംഗ്ലൂർ വെച്ചിട്ടാണ്, നീലഗിരീസിലാണ്. എനിക്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല. അതൊരു പൊങ്ങ് കഴിക്കും. എനിക്ക് ഞാൻ കൊണ്ട് പിന്നെ കഴിച്ചിട്ടില്ല. പൊങ്ങ് കഴിക്കുന്ന പോലെ ആയിരുന്നു. അങ്ങനെയാണ് എൻ്റെ ധാരണ ഇരുന്നത്. പിന്നെ ഇത് കൃഷി ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ശരിക്കും ഇത് പഴുക്കും, നല്ല പഴുത്ത് നല്ല ടേസ്റ്റുള്ള ഒരു പഴം തന്നെയാണ്. ടേസ്റ്റുള്ള, അത്യാവശ്യം മധുരമൊക്കെ ഉള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ്. അതുപോലെ തന്നെ എല്ലാ പഴങ്ങളും. ഇവിടെ സാറിന് ഇന്റർമീഡിയറ്റ് ഇല്ലാതെ ഒരു ഡയറക്റ്റ് കസ്റ്റമർ സെയിലാണ് നടക്കുന്നത് കൂടുതലും. പിന്നെ കൂടുതലുള്ളത് ഹോൾസെയിലിൽ നിന്നോ അതിൽ നിന്നൊക്കെ ആൾക്കാർ പറഞ്ഞാൽ നമ്മുടെ മരടിലൊരു ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ട് ഫ്രൂട്ട്സിന്റെ. അവർ വിളിച്ചു പറഞ്ഞാൽ സഫീഷ്യന്റ് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അവർ വന്നുകൊണ്ട് മാംഗോസ്റ്റീൻ, ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെയുള്ളത്. മറ്റേയൊക്കെ ഇവിടെ ലോക്കലായിട്ട് കംപ്ലീറ്റ് പഴങ്ങളിലേക്ക് ഒരു 8-10 വെറൈറ്റി പഴങ്ങളുണ്ട്. വാഴയുടെ ഉണ്ട്. പിന്നെ സാർ എത്ര ഏക്കറിൽ കൃഷി ചെയ്യുന്നുണ്ട്? 4 ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ 40 സെന്റ് നെൽകൃഷിയാണ്. 40 സെന്റ് നെൽകൃഷി കൊണ്ട് ഒരു ഫാമിലിക്ക് ആവശ്യമുള്ള കിട്ടും, കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു നേരം ഭക്ഷണം. കേരളത്തിൽ ശരിക്കും നമ്മൾ നെല്ല് ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല, കേരളത്തിൽ തന്നെ ചെയ്ത് ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ അല്ലേ? ഉള്ള സ്ഥലത്ത് ചെയ്ത് കഴിഞ്ഞാൽ പച്ചക്കറി എല്ലാം തന്നെ ചെയ്യും. ഈ സെപ്റ്റംബർ തൊട്ട് ഈ സമയം വരെ ഇംഗ്ലീഷ് വെജിറ്റബിൾസ് ചെയ്യും. തണുപ്പ് ഉള്ള സമയം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പയറൊക്കെ പോലുള്ള അച്ചിങ്ങാപ്പയർ, വെണ്ട, ചീര, മല്ലി, അങ്ങനെ അത്യാവശ്യം എല്ലാം, വെള്ളരി, അങ്ങനെയുള്ള എല്ലാം ചെയ്യും. ശരി സാർ, അപ്പോൾ എന്തായാലും സാറിൻ്റെ സമയം ഇത് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളൊരു കൃഷി സക്സസ്ഫുൾ അല്ല എന്ന് കരയുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ കൃഷി സക്സസ്ഫുൾ ആണെന്ന് പറയുന്ന ആൾ, അത് പ്രത്യേകിച്ച് ഇതുപോലെ അക്കാഡമിക്കലി വേറൊരു വലിയൊരു ബ്രില്യൻസ് കാണിച്ചിട്ട് അതിൽ നിന്ന് കൃഷിയോടുള്ള താല്പര്യം കൊണ്ടുവന്ന് കൃഷിയിലും അതേ അക്കാഡമിക് ബ്രില്യൻസ് കാണിക്കുന്ന ഒരു രീതി,
അത് വളരെ അപൂർവമാണ്. അപ്പോൾ അതിലൊരു പ്രത്യേക അല്ല, മാംഗോസ്റ്റിൻ നല്ല, എനിക്ക് ഇപ്പോഴുള്ള മാംഗോസ്റ്റിൻ ഒരു 40 മരമാണ് ശരിക്കും ഈൽഡിങ് ആയിട്ടുള്ളത്. എനിക്ക് 100 മരം ഉണ്ട് ഇപ്പോൾ, അത് പല സ്റ്റേജിലുള്ള. അതിൽ നിന്ന് തന്നെ ഒരു 5 ടൺ മാംഗോസ്റ്റിൻ ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ടല്ലേ. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടും ഒരു 3-4 ടൺ ഒരു ഉണ്ടാകുന്നുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ സാർ ഫുഡ് പ്രൊഡക്ഷനിൽ വളരെ മുമ്പിലാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ അതെൻ്റെ കോസ്റ്റ് കവർ ചെയ്യുന്നു. ബാക്കിയെല്ലാം കിട്ടുന്നത് ലാഭം. ഫാം ടൂറിസം അതിന് കൂടെ ചെയ്യുന്നത്. പാൻഡമിക്കിന് മുമ്പ് ഈ ഫാം വിസിറ്റ് നല്ലപോലെ ഉണ്ടായിരുന്നു, നല്ല ഹൈലി പുറത്തുനിന്നുള്ള ഗ്രൂപ്പ് വരുന്നുണ്ടായിരുന്നു അല്ലേ. അതിനുശേഷം ഞങ്ങൾ അധികം എടുത്തില്ല. ശ്രീ തമ്പി തോമസിൻ്റെ കൃഷി രീതികൾ കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ മനസ്സിലായത് ഞാൻ ചെയ്യുന്നതിനകത്തെ ചില അശാസ്ത്രീയതകളാണ്. എന്തുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ശാസ്ത്രീയമായിട്ട് ചെയ്താൽ, ഇപ്പോൾ ഞാനൊരു കാടൻ കൃഷിക്കാരനാണ്. നേരത്തെ പരിചയപ്പെടുത്തിയ ശ്രീ രവീന്ദ്രൻ നായരെ പോലുള്ള ആളുകൾ ചെയ്യുന്ന തരത്തിലുള്ള കൃഷിയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇദ്ദേഹം ചെയ്യുന്ന കൃഷി സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നത് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് അല്ലെങ്കിൽ കാർഷിക ഉൽപ്പാദനത്തിനൊക്കെ വളരെയധികം പ്രയോജനപ്പെടും. ആ രീതിയിൽ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക് അദ്ദേഹം ഒരു മാതൃകാ പുരുഷനാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കഴിയുന്നത്ര ആളുകൾ, പെരുമ്പാവൂർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും സ്വദേശം. അപ്പോൾ കോലഞ്ചേരിയിലാണ് അദ്ദേഹത്തിൻ്റെയും സ്വദേശം. അദ്ദേഹത്തെ നമ്മൾ കഴിയുന്നതും താല്പര്യമുള്ളവർ നേരിട്ട് കാണണം. അദ്ദേഹത്തിൻ്റെ കൃഷി രീതികൾ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം.